ഒന്നും പറയണ്ടേ, ഞാൻ ആ ഫ്രണ്ട് വന്നപ്പോ പാറു ഉടയിക്കണ്. ഇപ്പൊ ഒരു വ്യക്തി അവളുടെ കണ്ണുവിട്ടിച്ചാണ് കൊണ്ടുവന്നേ. പാവം കേട്ടാ, അവ കൂടെ കൊടുക്കായിരുന്നു. ആ നീ പറഞ്ഞല്ലേ, നീ പറഞ്ഞ കടയിൽ തന്നെ നല്ല സൂപ്പർ പൊരിച്ച കോഴിയും പൊറോട്ടയും. 2 പീസ് പാറുന്നത്ത് മാറ്റി വെക്കാല്ലേ? അതൊക്കെ മാറ്റി വെക്കാം. പിന്നെ മണം പിടിക്കാൻ നിന്നെ പോലെ അല്ലെങ്കിൽ നിന്നെക്കാളും മികച്ചതാണ് ഇവിടെ ഉള്ളതൊക്കെ. അതുകൊണ്ട് കഴിക്കുക. പാറിനുള്ള നമുക്ക് മാറ്റി വെക്കാം. പക്ഷെ പൈസ എന്തായാലും ഈ പാറിനോട് മേടിക്കാന്നല്ലേ? എന്റെ ഇല്ലായിരുന്നു, ടൈറ്റ് ആയിരുന്നു. നിന്റെ നല്ല ഇരിപ്പുണ്ടാ? പൈസയാ എന്റെ എങ്ങനെ പൈസ ഉണ്ടാവാനാ? എനിക്കാണെങ്കിൽ സ്വർണ്ണവും ഇഷ്ടമല്ല. അത് വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണം എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ വല്ല പണയം വെക്കോ ചെയ്താ തൽക്കാലം ഒന്ന് പിടിച്ചു വെക്കായിരുന്നു. പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ കയ്യില് പൈസ ഇല്ലെന്ന് പറഞ്ഞവര് ആരും നമ്മളെ സഹായിക്കില്ല. അത് ഉറപ്പല്ലേ? ആപ്പാടെ സഹായിക്കണ ഒരാള് ലച്ചേച്ചിയായിരുന്നു. കയ്യില് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വല്ല ജോലി നോക്ക്. ഞാൻ ജോലിക്ക് പോണോ? ഞാൻ ഇപ്പം കോളേജിൽ പഠിക്കാൻ പോവാണല്ലോ. താനാണെങ്കി ഇപ്പൊ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പൊ തനിക്ക് ജോലിക്ക് പോകൂടെ? ഞാൻ പഠിക്കാനും പോവാ. നടക്കില്ല യേശു. അതെന്തായാലും പിന്നെ എനിക്കൊന്നും പറ്റൂല ജോലിക്ക് പോവാൻ. എന്നാ പിന്നെ ശരി, ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് ഉള്ള കടയോ ഇല്ലെങ്കിൽ ഉള്ള എല്ലാ ഇന്റർവ്യൂ സൈറ്റിലും കയറി ഇറങ്ങാം. പോരെ? പക്ഷെ നിന്റെ കംപ്ലീറ്റ് ആവാത്ത ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് എന്താ കാണിക്കാനാ? അതും മലയാളം മെയിൻ. എന്നാ പിന്നെ കൃഷിയിലോട്ട് ഇറങ്ങിയല്ലേ? എവിടെ പോയിട്ട് കളിക്കാനാ? പറഞ്ഞ പോലെ പടവലം എന്ന് പറയണത് ഇപ്പൊ എന്റെ ഭൂപടത്തിൽ ഇല്ലല്ലോ അല്ലേ? മെറിലേ, എടോ തന്റെ ഡാഡിയുടെ ഏതെങ്കിലും തേയിലത്തോട്ടത്തില് ഈ സൂപ്പർവൈസർ ആയിട്ടോ അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റേഷനില് മാനേജറായിട്ടോ സെറ്റ് ചെയ്യാൻ പറ്റും? അതും പറഞ്ഞ ചെന്നാ മതി. ആ റബ്ബർ പ്ലാന്റേഷനിൽ നിന്നെ കുഴിച്ചു കൊടും. അങ്ങനെ ചിലപ്പോ അതും ചെയ്യും. കേശോ, ഇല്ല ഞാൻ നിർത്തി പോരെ. എനിക്കില്ലേ വേറെ പ്ലാന്റേഷനിലെ ഇതുപോലെ കുറച്ച് ആൾക്കാരെയൊക്കെ അറിയാം. അവിടെ നിനക്ക് വല്ല ജോലിയും നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ സൂപ്പർവൈസറായിട്ട് ഞാൻ പൊളിക്കും. സൂപ്പർവൈസറാ? അതിനൊക്കെ വേറെ നല്ല ആൾക്കാരുണ്ട്. ഈ റബ്ബർ തോട്ടത്തില് റബ്ബർ വെട്ടാനോ തേയില എന്നുള്ളവരോ ഞാൻ പറഞ്ഞത്. റബ്ബർ വെട്ടാ അറിയോ? ടാപ്പിംഗ്. തേയില എന്നുള്ളാലേ നിന്റെ ഡാഡി വിൻസൻ തോമസിനെ പറഞ്ഞു വിട്. അങ്ങനെ ഒരൊറ്റ എന്ത് മക്കളെ? എന്താ? രണ്ടും കൂടെ ഒളിച്ചിരുന്ന് കഴിക്കുവായിരുന്നില്ലയോ? കണ്ട ചിക്കനും പൊറോട്ടയും. അമ്മുമ്മ വിടരുത്. അയ്യോ എന്റെ മെറിലിനെ ഒന്നും ചെയ്യല്ലേ. നീ മെറിലിനെ ആർക്ക് വേണം? ഞാൻ പൊറോട്ടയും ചിക്കനും വിടരുതെന്നാ പറഞ്ഞത്. അയ്യോ എന്റെ ചിക്കൻ. അവളുടെ ചിക്കൻ. അയ്യോ ചിക്കൻ മെറിലിന് ചിക്കൻ. എന്റെ പൊറോട്ട ശിവ.